ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെല്ലിമറ്റത്തുള്ള ഓഫീസിനോട് ചേർന്ന് പുതുതായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന നഴ്സറി ഗാർഡനിലാണ്. നമ്മുടെ നെല്ലിമറ്റത്തെ ഓഫീസിൽ നേരത്തെ സ്റ്റോൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനോട് ചേർന്ന് കുറച്ച് സ്ഥലം നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ടല്ലോ. അതിനു വേണ്ടിയുള്ള അത്യാവശ്യം ലാൻഡ്സ്കേപ്പ് പ്ലാന്റുകളുടെ ഒരു ശേഖരണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മളൊരു നഴ്സറി ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം കൃത്യമായ അളവിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്ക് നല്ല ഗുണമേന്മയുള്ള തൈകൾ കൊടുക്കുകയും ചെയ്യാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനം നമ്മൾ സ്ഥിതി ചെയ്യുന്നത് കോതമംഗലത്ത് നിന്ന് ഊന്നുവൽ പോൽ, അത് മൂന്നാർ റൂട്ടിൽ നെല്ലിമറ്റത്തിനും പുത്തുവഴിക്കും ഇടയ്ക്ക് MBH കോളേജ് ഉണ്ട്. നമ്മുടെ MBH കോളേജിന് കുറച്ച് മുമ്പിലേക്ക് കയറി വന്നാൽ ഇടത് സൈഡിലായിട്ടാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മൾ കവളങ്ങാട് നിന്ന് ഇങ്ങോട്ട് നമ്മുടെ സ്ഥാപനം ഇങ്ങോട്ട് മാറ്റിയിരുന്നു. ഇപ്പോൾ നമ്മൾ മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ അങ്ങോട്ട് കൂടുതൽ നമ്മൾ പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് പ്ലാന്റുകളുടെ ഒരു നല്ലൊരു കളക്ഷനാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും അതിനോട് ചേർന്ന് കുറച്ചൊക്കെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകളും അതുപോലെ ഫ്ലവറിങ് പ്ലാന്റുകളും നമ്മൾ ശേഖരണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പ്ലാന്റ്സുകളാണ്. അതുകൂടാതെ ഇവിടെ നമ്മൾ സ്റ്റോണുകളും കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ചെയ്തിട്ടില്ല. കൂടുതൽ നമ്മൾ പുറമെ വേറെ ഇതിലാണ് നമ്മൾ ഈസ്റ്റ് മാറാടിയിലുള്ള ഷോപ്പിലും അതുപോലെ നമ്മൾ വേറെ ഒരു ഗോഡൗണിലുമാണ് ഇപ്പോൾ സ്റ്റോണുകൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കൂടുതലായിട്ട് പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ചൈന ഡോള, അതുപോലെ പലതരത്തിലുള്ള പാംസ്, അതുപോലെ കലാത്തിയ, ലൂട്ടിയ, ഇവിടെയെല്ലാം നല്ലൊരു ശേഖരണം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അപ്പുറ സൈഡിലേക്ക് നമ്മൾ കലാത്തിയ നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പലതരത്തിലുള്ള പാംസുകളാണ്, അലങ്കാരപ്പനകളിൽ പെട്ടതാണ്. ഇത് സെമി ഇൻഡോർ, നമ്മൾ കോർട്ട്യാർഡിലും ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാംസ്, ഫെനിക്സ് പാമാണ്. അതുപോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഐറ്റങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മൾ കോർട്ട്യാർഡിലും അതുപോലെ നമ്മൾ വരാന്തയിലും ഇറയത്തും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ല തരത്തിലുള്ള നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കും. അതുപോലെ തന്നെ ലോണിൽ നമ്മൾ പേൽ ഗ്രാസ് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ലോണിലും വയ്ക്കാൻ നല്ലൊരു വെറൈറ്റിയാണ് നോലിന എന്നറിയപ്പെടുന്ന അടിയിൽ കുമ്പം പോലെ ഇരിക്കുന്ന ആ ഒരു ഐറ്റം. ഇത് ടെർമിനേലിയുടെ വെരിഗേറ്റഡ് ആണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ നമുക്ക് ഗ്രീനും വരുന്നുണ്ട്. ഗ്രീൻ ആകുമ്പോൾ അത്ര റേറ്റ് വരുന്നില്ല. വെരിഗേറ്റിന് അത്യാവശ്യം റേറ്റ് വരുന്നതാണ്. അതുപോലെ നമ്മൾ മൾട്ടിഫൈക്കസ് ഒക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല ഷേപ്പിലുള്ള മാൽഫിജിയ വെറൈറ്റീസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കോൺ ടൈപ്പും അതുപോലെ ബോൾ ടൈപ്പും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടെർമിനേലിയയുടെ ഗ്രീൻ കൂടുതലായി നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഏരിയയിലെല്ലാം നമ്മൾ ഒതുക്കിയിരിക്കുന്നത് ഫ്രൂട്ട് പ്ലാന്റുകളാണ്. പലതരത്തിലുള്ള മാവുകൾ, അതുപോലെ വിവിധ ഇനത്തിലുള്ള പ്ലാവുകൾ, പേര വെറൈറ്റീസാണ്. പല ഐറ്റംസും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൽക്കട്ട വെറൈറ്റിയും അതുപോലെ കോങ്ക്രോണിൻ്റെ ഐറ്റങ്ങളും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ് ലൂബി, അതുപോലെ റംബൂട്ടാൻ, മാവുകൾ, പലതരത്തിലുള്ള മാവുകളിൽ തന്നെ പലതരത്തിലുള്ള മാവുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാലാപ്പാടി, അതുപോലെ നാംഗുഡോക്മായി, അതുപോലെ മല്ലിക, അങ്ങനെ പലതരത്തിലുള്ള മാവുകൾ, ഏകദേശം 6-7 വെറൈറ്റി മാവുകൾ നമ്മൾ ആദ്യം കാച്ചു നിൽക്കുന്നതും പൂത്തു നിൽക്കുന്നതുമായ മാവുകളാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചെറുതുകൊണ്ട് ബഡ്ജറ്റിനനുസരിച്ച് ചെറിയ തൈകളും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാച്ചിരിക്കുന്ന മാവുകളാണ്. കാലാപ്പാടിയുടെ തൈകളും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നാംഡോക്മായി ആണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ ബേറാപ്പിള്, അതുപോലെ ഇതെല്ലാം നമ്മൾ ഗോൾഡൻ ബാമ്പുവാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഈ ഏരിയയിലെല്ലാം. പിന്നെ ഈ ഭാഗത്തെല്ലാം നമ്മൾ പ്ലാവുകളുടെ വെറൈറ്റീസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ചെമ്പരത്തി വരിക്ക, J33, അങ്ങനെ പലതരത്തിലുള്ള പ്ലാവുകളും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വിയറ്റ്നാമേരയുടെ വലിയ സൈസാണ്. ഏകദേശം ഒരു 6-7 അടി പൊക്കോളം വരുന്നതാണ്. ഇത് മധുര അമ്പഴമാണ്. നമ്മൾ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് മധുര അമ്പഴം. അതുപോലെ വിയറ്റ്നാം മാൾട്ട മൂസമ്പി, അത് മധുരമുള്ളൊരു ഐറ്റമാണ്. അതുപോലെ ഓൾ സീസൺ ബുഷ് ഓറഞ്ച്, J33 ആണ് ഇരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള പേര വെറൈറ്റീസാണ്. അതായത് സീഡ്ലെസ് ഉണ്ട്, സ്ട്രോബെറി പേരയുണ്ട്, അതുപോലെ പിങ്ക് പേരയുണ്ട്, പിന്നെ അതുപോലെ പലതരത്തിലുള്ള 6-7 വെറൈറ്റീസോ പേര നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ സപ്പോട്ടയുണ്ട്. അതുപോലെ നമ്മുടെ തായ്ലൻഡ് ഓൾ സീസൺ മാവുണ്ട്. അത് വളരെ ചെറുപ്പത്തിലേ കായ്ക്കുന്നതാണ്. ഇപ്പോൾ നിലവിലെ പൂ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അത് പ്ലാവുകളൊക്കെ നമുക്ക് ഈ ഡ്രമ്മിൽ വെച്ച് സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രമ്മിൽ ചെയ്ത് നമുക്ക് മുറ്റത്തൊക്കെ വയ്ക്കാം, അല്ലെങ്കിൽ ചെറിയ ഇടം കുറവുള്ളിടത്തൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ കായ്പ്പിച്ചെടുക്കാവുന്ന വെറൈറ്റികളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത്. ഇത് ടെർമിനേലിയയുടെ വെരിഗേറ്ററിൻ്റെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ബാക്കിൽ നിൽക്കുന്ന ഓർണമെൻ്റൽ പ്ലാന്റ്സുകളും അതുപോലെ ഈ കാണുന്നതെല്ലാം നമുക്ക് കോർട്ട് യാർഡിലും അല്ലെങ്കിൽ സെമി ഇൻഡോറിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അത് അതിൻ്റെ വെട്ടി ഒതുക്കി അതിൻ്റെ നല്ലൊരു വൈറ്റ് ചട്ടിയിൽ വെച്ച നല്ലൊരു ലുക്കുള്ളതാണ്. ഇതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പുറമേ നിന്നുള്ള ഒരു ലുക്ക്. ലാൻഡ്സ്കേപ്പ് വർക്കുകളോടൊപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകൾ പ്ലാന്റ് ചെയ്യുകയും അതുപോലെ ഡ്രമ്മിലുള്ള പ്ലാന്റിങ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.